Praise the Lord. Hallelujah. സകല മഹത്വം കർത്താവിന് അർപ്പിക്കുന്നു. ഈ മീറ്റിംഗിലേക്ക് എന്നെ ക്ഷണിച്ച എബനേസർ മലയാളം ഫെലോഷിപ്പ് ചർച്ച് ഫേബ സിസ്റ്റർ ആൻഡ് ഫാമിലി. ഇനി എന്നെ പരിചയപ്പെടുത്തട്ടെ. എൻ്റെ പേര് ലില്ലി വർഗീസ്. ഞാൻ ജനിച്ചത് പത്തനംതിട്ട ജില്ലയിലെ റാന്നിയില്. ഞാൻ ഇപ്പോൾ ആയിരിക്കുന്നത് പുനലൂര്. ദൈവദാസി പറഞ്ഞല്ലോ, എനിക്ക് ഹസ്ബൻഡ്, 4 മക്കള്. ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷമായിട്ട് കഴിയുന്നു. ഈ മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽപ്പാൻ കർത്താവ് തന്ന നല്ല അവസരത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. കഴിഞ്ഞ നാളുകളെല്ലാം സ്വസ്ഥതയുള്ള വെള്ളം, നദി പോൽ സമാധാനം, പ്രാണന്റെ തണുപ്പ് തന്ന് ദൈവം നമ്മളെ നടത്തിയല്ലോ. സന്തോഷമുള്ള സമയങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നിഗളിച്ചു പോകാതെ, സങ്കടങ്ങളിൽ തളർന്നു പോകാതെ കർത്താവ് ബലപ്പെടുത്തിയ കർത്താവിന്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് പകൽക്കാലം ഈ ദൈവത്തിന്റെ വചനത്തിനു മുമ്പിൽ നമ്മുടെ അവസ്ഥകളും നമ്മുടെ അനുഭവങ്ങളും മാറ്റുവാൻ കഴിയും. ഇന്ന് പകല് നിങ്ങൾ ദൈവത്തിൽ നിന്ന് എന്താണോ പ്രതീക്ഷിക്കുന്നത് അത് ഇന്ന് പകൽ നിങ്ങൾക്ക് ലഭിക്കും. എന്നെയും തൊടണമേ എന്ന് ആഗ്രഹിക്കുന്നവരെ കർത്താവ് തൊടും. ഒരു പുതപ്പിനു വേണ്ടി ദാഹിച്ച ഏലിയാവ്, ഒരു പുതപ്പിനു വേണ്ടി ദാഹിച്ച ഏലീശ, ഓരോ ചുവടും വെച്ചത് ആ പുതപ്പിനു വേണ്ടിയായിരുന്നു. ദേവദാസി ഓർത്തു, നീതിമാന്റെ സത്യയോടുകൂടെ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. നെക്സ്റ്റ് പ്രാർത്ഥിച്ച ഗിദെയോനെ, ധൈര്യപ്പെടുക. ലോകം കൊടുക്കുന്ന ഒരു പേരിന് പൊട്ടനെന്നും തോറ്റവനെന്നും ഒക്കെ വിളിക്കുമ്പോൾ ദൈവം കൊടുത്തൊരു പേരുണ്ട്, ധൈര്യശാലിയായിരിക്കാൻ. എൻ്റെ മെസ്സേജ് അതല്ല. ലീഡ് ചെയ്ത ദൈവദാസി പാടിയ പാട്ട്, ലോകരെല്ലാം കൈവിട്ടാലും ജീവിതത്തിൽ എത്ര ഭാരമേറിയാലും നമ്മെ താങ്ങി നടത്തുന്ന ഒരു ദൈവത്തിന്റെ കരത്തിന്റെ വല്ലഭത്വം ഈ പകല് പാട്ടിൽ കൂടെയും പ്രാർത്ഥനയിൽ കൂടെയും ലീഡ് ചെയ്ത ദൈവദാസിൽ കൂടെയൊക്കെ അനുഭവിച്ചറിവാനിടയായി തീർന്നു. ഇന്ന് പകൽക്കാലം എന്നെയും തൊടണമേ എന്ന് ആഗ്രഹിക്കുന്നവരെ കർത്താവ് തൊടും. ആർക്കും വേണ്ടാത്ത കുഷ്ഠരോഗിയെ കർത്താവ് തൊട്ടു. യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരുപക്ഷെ കുഷ്ഠരോഗി പറഞ്ഞു കാണും, കർത്താവെ എന്നെ ആരും തൊടുന്നില്ലല്ലോ, എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ സ്വന്തക്കാർക്കോ എന്നെ വേണ്ട, എന്നെ ആരും തൊടുന്നില്ലല്ലോ എന്നോർത്ത് നിലവിളിച്ച ആ കുരുടനെ കർത്താവ് തൊട്ടു. അങ്ങനെ കർത്താവിന്റെ സ്നേഹം ഇന്ന് പകലും ആ കർത്താവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ആ കുരുടൻ നിലവിളിച്ച പോലെ ഒന്ന് നിലവിളിച്ചാൽ മതി. അവന് വേണ്ടത് പണമോ പ്രതാപമോ വലിയ വാഹനമോ ഒന്നുമല്ല. അവന് വേണ്ടിയത്, എനിക്ക് അങ്ങയെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ ഉള്ളായിരുന്നു, ഇന്ന് എനിക്ക് മതി വരുവോളം എനിക്ക് അങ്ങയെ കാണണം. കർത്താവിന്റെ ദിവ്യ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിയണമെങ്കിൽ ദൈവസന്നിധിയിൽ നാം വില കൊടുത്തേ പറ്റത്തുള്ളൂ, നാം കരഞ്ഞേ പറ്റത്തുള്ളൂ. അനുതാപമുള്ള ഒരു ഹൃദയം വേണം. ദൈവ സാന്നിധ്യം അനുഭവിക്കണമെങ്കിൽ നമ്മുടെ വഴി പലപ്പോഴും നല്ലതായിരിക്കാം, പക്ഷെ നമ്മുടെ ദിശ പലപ്പോഴും തെറ്റിയതാണോ എന്ന് ഇന്ന് പകൽ നമ്മൾ ചിന്തിക്കണം. വഴി ശരിയായിരിക്കാം, എന്നാൽ ശരിയായ ദിശയിൽ കൂടെയാണോ നമ്മൾ യാത്ര? ഇതിന്റെ എല്ലാം കാരണം എന്താണെന്നറിയാമോ? ദൈവത്തോടുള്ള അകർച്ചയല്ലാതെ മറ്റൊന്നുമല്ല. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം കർത്താവിന്റെ സാന്നിധ്യം നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ? പ്രാർത്ഥനയും കണ്ണുനീരും കുറഞ്ഞു പോയത് കൊണ്ടല്ലേ? അനുതാപം ഇല്ലാത്തതല്ലേ? എല്ലാ സങ്കീർത്തനം 18-ാം വാക്യം പറയുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സേർന്നവരെ അവൻ രക്ഷിക്കുന്നു. വലിയ പാപം ചെയ്ത ദാവീദ് ദൈവസന്നിധിയിൽ വീണ് അനുതപിച്ചു. ദൈവമേ, തകർന്നും നുറുങ്ങിയിരിക്കും ഹൃദയത്തെ നീ നിരസിക്കത്തില്ലല്ലോ. ദൈവസന്നിധിയിൽ ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കണം. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്ന് ലീഡ് ചെയ്ത് ദൈവദാസി ഓർപ്പിച്ചു. നീതിമാന്റെ പ്രാർത്ഥന. ഇന്ന് പകൽ ഹൃദയം തകരണം, എന്നാലേ കർത്താവ് അരികിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ദൈവത്തിന്റെ സാന്നിധ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ കരയുന്നത് കാണുമ്പോൾ കർത്താവ് ഇറങ്ങി വരും. നമ്മുടെ വീട്ടിൽ 2, 3, 4 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിരിക്കുന്നവരുടെ അടുത്തേക്ക് നമ്മൾ ആദ്യം പോകാറില്ല, കരയുന്നവരുടെ അടുത്തേക്ക് നമ്മൾ പോകും. അതുകൊണ്ട് ജീവിതത്തിൽ ഇന്ന് ഒത്തിരി പ്രശ്നങ്ങൾ കാണും. കുടുംബത്തിൽ പ്രശ്നങ്ങൾ കാണും, വ്യക്തിപരമായ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കാണും, കണക്കൂട്ട് തെറ്റിക്കാണും, ആലയത്തിൽ പോയിട്ടും പ്രാർത്ഥിച്ചിട്ടും സാഹചര്യങ്ങളൊക്കെ പ്രതികൂലം ആയി കാണും. എന്നാൽ ഇന്ന് പകൽക്കാലം ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജാവ് തന്റെ പ്രജകളോട് പറയുക, ഈ നാട്ടിലുള്ള കുഞ്ഞുങ്ങളെ എല്ലാം കൊണ്ടുപോവാ, ഇവരെ കൊണ്ടുവന്നിട്ട്
എൻ്റെ രാജകൊട്ടാരത്തിൽ വരുത്താൻ പറഞ്ഞു. രാജകൊട്ടാരത്തിൽ വരുത്താൻ പറഞ്ഞപ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളെല്ലാം അവിടുത്തെ പ്രജകൾ കൊണ്ടുവന്നു. ആ കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടുവന്നപ്പോൾ ആ കുഞ്ഞുങ്ങളെല്ലാം രാജകൊട്ടാരത്തിൽ കാണുന്ന എല്ലാ ഇഷ്ടമുള്ള വസ്തുക്കളെയും തൊട്ടു. ആ ഇഷ്ടമുള്ള വസ്തുക്കളെല്ലാം അവർക്ക് സ്വന്തമാക്കി. എന്ത് തൊട്ടോ, എന്ത് വിലപ്പെട്ടതാണോ അതെല്ലാം അവർക്ക് സ്വന്തമാക്കാം. പക്ഷേ അവിടെ ഒരു പൊട്ടനെ പോലെ, ഒരു മന്ദബുദ്ധി ആയിരിക്കാം ആ കുഞ്ഞിന്ന് ഓടിച്ചെന്ന് രാജാവിനെ കെട്ടിപ്പിടിക്കുകയുണ്ടായി. ഇന്ന് പകൽക്കാലം ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളുടെ നടുവില് ലോകത്തിൽ പലതും കണ്ടേക്കാം, നമ്മൾ ആശ്രയിക്കുന്ന പലരും കണ്ടേക്കാം. പക്ഷേ ഒരു പൊട്ടിയെ പോലെ ഇന്ന് പകൽക്കാലം ദൈവത്തെ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തയ്യാറാകുമോ? ഒന്ന് അനുതാപത്തോടെ ഒന്ന് മടങ്ങി വരാൻ തയ്യാറാകുമോ? ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കേണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. എൻ്റെ സമയം അത്രയും കഴിഞ്ഞു പോകുമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ കാണാൻ കഴിയും. കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. എന്തിന് കരഞ്ഞു? കലങ്ങിയ ഹൃദയത്തോടെ യേശുവിനെ കാണണം. അപ്പൊ കുരുടന്റെ ചിന്ത യേശുവിനെ കാണണം, മറിയുടെ ചിന്ത യേശുവിനെ കാണണം, യേശുവിൽ വളരണം. യേശുവിനെ കാണണം എന്നുള്ള ആഗ്രഹത്തോടെ നിൽക്കുമ്പോൾ കർത്താവ് അവളുടെ അടുത്തേക്ക് വരിക. അവളുടെ പേര് കർത്താവ് വിളിച്ചു, അവളെ ആശ്വസിപ്പിച്ചു. അവൾ വിളിച്ചു റബൂനി. മറ്റൊരിടത്ത് പറയുന്നു, എൻ്റെ കർത്താവിനെ എവിടെ എടുത്തുകൊണ്ടുപോയി? ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയി. ഇന്ന് പകല് നമ്മൾ പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ഭൂഷിക്കുകയും നിവാശ പറയുകയും എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ന് പകൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ ജീവിതത്തില് കർത്താവിനെ എടുത്ത് എവിടെ കൊണ്ടുപോയി? നമുക്ക് ഒറ്റ ക്ലിക്കിൽ കിട്ടുന്നതെല്ലാം നമ്മുടെ വീട്ടിൽ അവൈലബിളാ. പക്ഷെ പണ്ടൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാലം ഉണ്ടായിരുന്നു, എഴുന്നേൽക്കുമ്പോഴേ അടുക്കളയിൽ കയറാതെ തീ കത്തിക്കുന്നതിന് മുമ്പേ വിറകിനോടും ചട്ടിയോടും ഗ്യാസിനോടും വർത്താനം പറയാതെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കോവേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഒരു ഒരുക്കമുണ്ടായിരുന്നു, ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു. ആ കാലങ്ങളും ആ സമയങ്ങളും ഒക്കെ മാറിപ്പോയില്ലേ? ഇന്ന് പകലും നിലവിളിക്കുന്നവരുടെ പേര് വിളിക്കുന്ന ഒരുവൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. കണക്കൂട്ടിൽ തെറ്റിയവരുടെ അടുത്തേക്ക്, ഇവിടെ ജീവിതത്തിന്റെ വഴിത്താരയില് ഇനിയും വഴികൾ മുന്നോട്ടില്ലെന്ന് പറയുന്നവരുടെ അടുത്തേക്ക് കർത്താവ് ഇന്ന് പകൽക്കാലവും ഇറങ്ങി വന്നിട്ടുണ്ട്. ഇച്ചിരൂടെ ശബ്ദത്തിൽ പറയാമോ? ശബ്ദം ഇച്ചിരി ആദ്യം നന്നായിട്ട് വന്ന് ഇപ്പൊ കുറഞ്ഞു പോയി. ഇച്ചിരൂടെ ഉറച്ചു പറ. പറഞ്ഞോ. കേൾക്കാം, ഇപ്പം കേൾക്കാമോ? സൗണ്ട് കുറവാ. നേരത്തെ തുടങ്ങിയപ്പോ നല്ല സൗണ്ട് ആയിരുന്നു. ജീവിതത്തിന്റെ നിർണായകമായ നിമിഷങ്ങളില് ആലയം പോലും ആശ്വാസം കൊടുക്കാത്ത ഒരു വ്യക്തി ശൗമന്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. ആലയത്തിൽ അവൾക്ക് ആശ്വാസം കിട്ടുമെന്നോർത്ത് അവൾ ഓടിച്ചെന്ന്. അവളുടെ ജീവിതത്തിന്റെ ഒരു നിർണായകമായ ഘട്ടമാണത്. നമുക്കറിയാം, നിരന്തരമായിട്ട് അവളെ നിന്ദിക്കുന്ന ഒരു ഹന്ന. എന്തിനാണെന്ന് നമുക്കറിയാം. നിങ്ങൾ വീട്ടിൽ ചെന്ന് തിരുവചനം വായിച്ച് മനസ്സിലാക്കിയാൽ മതി. പക്ഷെ കർത്താവ് അവളുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്നു. അവളുടെ മീതെ വ്യാപരിക്കുന്ന ഒരു പുരോഹിതന്റെ ശബ്ദം അവൾ കേൾക്കുവാൻ ഇടയായി തീരുന്നു. ഇന്നത്തെ ഈ പ്രാർത്ഥനയിലും നമുക്ക് ആവശ്യമായിരിക്കുന്ന ഒരു നുറുക്കം, ഒരു വീണ്ടെടുപ്പിന്റെ, ഒരു മടങ്ങിവരവിന്റെ നുറുക്കം. എന്തിനാണെന്നറിയാമോ? ഉടഞ്ഞു പോയതിനെ ഓർത്ത് നമ്മൾ കരയണം. നഷ്ടപ്പെട്ട പ്രാർത്ഥന എവിടെ? നഷ്ടപ്പെട്ട ആരാധന എവിടെ? ഒരു സമയത്ത് സഹോദരിമാരായിരുന്ന ഞാനും നിങ്ങളുമൊക്കെ രാത്രിയിൽ എഴുന്നേറ്റ് കരയും. എന്തിനാണെന്നറിയാമോ? ജ്ഞാനത്തോടെ വീട് പണിയാൻ, ദൈവത്തെയും മനുഷ്യരെയും ആനന്ദിപ്പിക്കുവാനുള്ള രസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതിന് നമ്മൾ രാത്രിയിൽ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. വീതിയുടെ നടുവിലും പൈതങ്ങൾ വിശപ്പ് കൊണ്ട് തളർന്നിരിക്കുമ്പോൾ അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ഇന്ന് ഏറ്റവും നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞിരിക്കുന്ന ഒന്ന് എന്താണെന്നറിയാമോ? പ്രാർത്ഥന. വ്യക്തിപരമായി പ്രാർത്ഥിക്കുവാൻ ആർക്കും സമയമില്ല. നമ്മൾ പലപ്പോഴും ആരെങ്കിലും കേൾക്കുന്ന, ആരെങ്കിലും ഒക്കെ അറിയിക്കുന്ന, പലപ്പോഴും ദൈവവചനം മറ്റുള്ളവരോട് പറയുവാനൊക്കെ നമ്മൾ ഭയങ്കര സമർത്ഥരാ. പക്ഷേ വ്യക്തിപരമായ ജീവിതത്തില്, വ്യക്തിപരമായ കുടുംബ ജീവിതത്തില് ഒരനുതാപമുള്ള ഹൃദയം നമുക്കുണ്ടാകാൻ ഇടയാക്കണം. ഉടഞ്ഞു പോയതിനെ ഓർത്ത് വീണ് കരയണം. നഷ്ടപ്പെട്ട പ്രാർത്ഥന മടക്കിക്കൊണ്ട് വരണം.
പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തണം. ആ സമയത്ത് ഒരു പ്രത്യേക അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരുക്കി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയില് ഒരു ദൈവശക്തിയും ദൈവ സാന്നിധ്യവും ചിലപ്പോൾ നമുക്ക് വ്യാപരിക്കണമെന്നില്ല. നമ്മളില്ലാത്ത സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു അഭിഷേകത്തിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കും. കലഞ്ഞു നിറയുന്ന കണ്ണുകളുമായി യേശുവിനെ കാണാൻ അവളെ ഓടിച്ചെന്നുക. കാരണം എന്താണെന്നറിയാമോ? അവളുടെ ആശ്രയം യേശുവാ. ജീവിതത്തിന്റെ പ്രതിസന്ധികൾ മറ്റുള്ളവർ അനുഭവിക്കുമ്പോൾ എങ്ങനെ നമ്മൾ കരയാതിരിക്കും? നമ്മുടെ തലമുറകൾ വഴിതെറ്റുമ്പോൾ എങ്ങനെ നമ്മൾ കരയാതിരിക്കും? നമ്മുടെ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ എങ്ങനെ നമ്മൾ കരയാതിരിക്കും? നമ്മൾ പിടിച്ചു നിൽക്കുന്ന, നമ്മൾ ഇന്ന് സന്തോഷിക്കുന്ന കാലങ്ങളൊന്നുമല്ല. അതിസങ്കീർണമായ കാലത്തിന്റെ മുൻപിലേക്ക് നമ്മൾ കടന്നു വരിക. ഇന്ന് കാണുന്ന ദൂതും ഇന്ന് കാണുന്ന വെളിപ്പാടും ഇന്ന് കാണുന്ന പ്രവചനത്തിനും ഒന്നും നമ്മളെ പിടിച്ചു നിൽക്കുവാൻ കഴിയാത്ത വലിയ പ്രതിസന്ധിയിലേക്ക് ഞാനും നിങ്ങളും കടന്നു വരാൻ പോവുക. അപ്പോഴാണ് വിശ്വാസം കണ്ടെത്തുമോ എന്ന് ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. ഞാൻ എൻ്റെ മെസ്സേജിന്റെ അകത്ത് കയറി വന്നൊരു ഭാഗമാണ്. നിങ്ങൾ മനുഷ്യപുത്രൻ ഭൂമിയിൽ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? നമ്മുടെ വിശ്വാസം ഒക്കെ ഏത് സമയത്തും എപ്പോഴാണ്? ഇപ്പോൾ ക്രിസ്തയേശു. അത് ഏത് സമയത്താണ് നമ്മുടെ വിശ്വാസം ചോർന്നു പോകുന്നേ നമുക്കറിയത്തില്ല. ലോകത്തിൽ പലതും വന്നു, ആരും പഠിച്ചില്ല. കൊറോണ വന്നു, ആരും പഠിച്ചില്ല. മഹാപ്രളയം വന്നു, ആരും പഠിച്ചില്ല. എന്താണെന്നറിയാമോ? അല്പമൊക്കെ വീണ്ടും നമുക്ക് ശേഷിച്ചിരിക്കുന്ന നമ്മുടെ മാവും നമ്മുടെ എണ്ണയും ഒക്കെ അല്പം നമുക്ക് എടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ പിന്നെയും ദൈവത്തോട് പ്രാർത്ഥിക്കും. കർത്താവേ, ശ്രേഷ്ഠമായതും മഹത്വമായതും ഒക്കെ തരണേന്ന് നമ്മൾ പ്രാർത്ഥിക്കും. പക്ഷെ തീർന്നു പോകുന്നൊരു സമയമുണ്ട് കേട്ടോ. കൊടുങ്കാറ്റിലൊക്കെ ദൈവം സംസാരിക്കാത്തൊരു സമയം ജീവിതത്തിന്റെ അകത്ത് കടന്നു വരുമ്പോൾ നമ്മൾ ഈ പറയുന്ന മെസ്സേജും നമ്മൾ ഈ പറയുന്ന പ്രസംഗവും നമ്മുടെ പാട്ടും പ്രാർത്ഥനയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ നിർണായകമായ നിമിഷങ്ങളിൽ നമുക്കത് അനുഭവിപ്പാൻ കഴിയുമോ എന്ന് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ തലമുറകളൊക്കെ ലഹരിക്ക് അടിമയാകുമ്പോൾ, കുടുംബ ജീവിതം തകരുമ്പോൾ, അനേക കുടുംബങ്ങൾ, ആയിരക്കണക്കിന് കുടുംബങ്ങളൊക്കെ വിളിക്കുമ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്. കല്യാണം കഴിച്ച 10, 35, 40 വയസ്സുള്ള നല്ല ചെറുപ്പക്കാരൊക്കെ പ്രാർത്ഥിക്കാൻ വിളിക്കും. പറയുന്നൊരു കാര്യമുണ്ട്. നിസ്സാര കാരണങ്ങൾ കൊണ്ട്, നിസ്സാരമായ പരാതികൾ കൊണ്ട്. നമുക്കറിയാം, മാധ്യമങ്ങളിലൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എങ്ങനെ കരയാതിരിക്കും? എങ്ങനെ നമ്മുടെ തലകളെ നമ്മൾ കണ്ണുനീരൊഴിക്കാതിരിക്കും? നെഹമ്യാവ് കരയുക. എന്തിനു വേണ്ടിയാ നെഹമ്യാവ് കരഞ്ഞേ? സമൂഹ നന്മയ്ക്ക് വേണ്ടി, കെട്ടുപണികൾക്ക് വേണ്ടി. എങ്ങനെ കരയാതിരിക്കും? നെഹമ്യാവിന്റെ പുസ്തകം 1, 2, 3 അധ്യായങ്ങൾക്ക് നമുക്ക് കാണുവാൻ കഴിയും. കരച്ചിലും പ്രാർത്ഥനയും ഉപവാസവും. 1-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സങ്കട വർത്താനം കേട്ടപ്പോൾ മുട്ടുകുത്തി കരഞ്ഞു. എന്തിനാണ് മുട്ടുകുത്തി കരയുന്നത്? പൈശാചിക ബന്ധനങ്ങളെ അതിജീവിക്കുവാൻ, പ്രതിസന്ധികളെ ജയിക്കുവാൻ, പ്രശ്നങ്ങളെ ജയിക്കുവാൻ, പ്രലോഭനങ്ങളെ ജയിക്കുവാൻ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു കാര്യം നെഹമ്യാവിന് അറിയാം, ഞങ്ങൾ എഴുന്നേറ്റ് പണിയും, ഞങ്ങളെ ദൈവത്തിന് രക്ഷിപ്പാൻ കഴിയും. ആ വിശ്വാസത്തോടു കൂടിയാണ് നെഹമ്യാവ് പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവരുടെ വേദന കണ്ട് തനിക്ക് സന്തോഷിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തോട് നമുക്ക് എന്താണ് പ്രതിബദ്ധത? മറ്റുള്ളവരുടെ സങ്കടം കണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ ദൈവദാസി പ്രാർത്ഥിച്ച പോലെ ധൈര്യപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന, ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം അതിൻ്റെതായ രീതിയിൽ നമുക്ക് പങ്കുവെത്തുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം എവിടെ പോയി? വിശക്കുന്നവന് നിന്റെ അപ്പം നുറുക്കി കൊടുക്കാൻ നിന്നെ കൊണ്ടൊക്കുന്നത് പോലെ കൊടുക്കാൻ ഒക്കത്തില്ലെങ്കിൽ നിന്നെവിടെയാ നിന്റെ ക്രിസ്തീയ ജീവിതം? ഇതൊക്കെ തീർന്നു പോയില്ലേ? നമ്മുടെ ഇടകളിൽ നിന്ന് ഇതെല്ലാം തീർന്നു പോയില്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ വചനത്തിന്റെ അകത്ത് നമുക്കില്ലാത്തത് എന്തുണ്ട്? എന്താണ് ഈ വചനത്തിന്റെ അകത്തില്ലാത്തത്? ആത്മാവിന്റെ ഫലങ്ങൾ തുടങ്ങുന്ന ഒന്നാ സ്നേഹം. എവിടെ സ്നേഹം? എവിടെ പോയി സ്നേഹം? എവിടെ പോയി സന്തോഷം? എവിടെ പോയി സമാധാനം? ഞാനും എൻ്റെ മക്കള്, എൻ്റെ കുടുംബം, ഇതിലൊതുങ്ങിയില്ലേ നമ്മുടെ ജീവിതം? ഞാൻ ഒന്ന് പകൽ ആത്മാവിൽ ദൂതായി വിളിച്ചു പറയാം, നമ്മുടെ സ്വസ്ഥത എന്ന് പറയുന്നത് എന്തെങ്കിലും കാര്യം കേടി ഒരു റിസൾട്ട് അല്ല. അത് നമ്മുടെ ജീവിതത്തില് ഒരു റെസ്റ്റായി കാണും. ഈ വചനത്തിന്റെ അകത്ത് തള്ളിക്കളഞ്ഞിട്ട് ഈ വചനത്തിന് മാറ്റം, ഈ വചനത്തിന്റെ അകത്തില്ലാത്ത മാറ്റം എനിക്ക് വേണ്ട. ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാമോ? ഈ വചനത്തിന്റെ അകത്ത് കേൾക്കാത്ത അന്യഭാഷ അത് ദൈവഹിതമല്ലെങ്കിൽ, അത് വചനവിരുദ്ധമാണെങ്കിൽ അതിനെ വിവേചിച്ചറിയണം. ഈ വചനത്തിന്റെ അകത്തില്ലാത്ത അന്യഭാഷ എനിക്ക് വേണ്ട. ഈ വചനത്തിന്റെ അകത്തില്ലാത്ത ദൂത് എനിക്ക് വേണ്ട. ഈ വചനത്തിന്റെ അകത്തില്ലാത്ത മെസ്സേജ് എനിക്ക് വേണ്ട. ഒന്ന് സ്വയം സമർപ്പിക്കാമോ?
പലപ്പോഴും പ്രലോഭനങ്ങൾ വീഴുന്നത് സഹോദരിമാരാ. എന്താണെന്നറിയാമോ? ഞാൻ പലപ്പോഴും മീറ്റിങ്ങിൽ പറയുന്നൊരു കാര്യമുണ്ട്. നിങ്ങളൊന്ന് ഒരു പ്രവചനം കേൾക്കണമെങ്കിൽ നിങ്ങൾ എങ്ങനെയാണെന്നറിയാം പ്രവചനം കേൾക്കുന്നത്? ഇപ്പൊ മുമ്പേ സഹോദരി മെറിൻ എന്ന കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ ആരെങ്കിലും വന്ന് ദൂത് പറയുമോ? സിസ്റ്ററെ, ഷെക്കറിയാവിന്റെ എലിസബത്തിന്റെ ജീവിതത്തിൽ കണക്കൂട്ട് തെറ്റി, പക്ഷേ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വന്നു. പറയുമോ പ്രവചനം? എല്ലാം ജയിച്ച് കാര്യങ്ങളെല്ലാം ഓക്കെ ആയി കഴിയുമ്പോൾ നമ്മളൊക്കെ കേൾക്കുന്ന ഒരു പ്രവചനമുണ്ട്. ഞാൻ നിന്നെ വാലല്ല തലയാക്കും. ഇന്ന മാസം ഇത്രാം തീയതി ഇത്രാമത്തെ ഡേറ്റില് രാജ്യങ്ങളുടെ വാതിൽ ഞാൻ നിനക്ക് തരും. എന്തേ? എവിടെ പോയി? പാവപ്പെട്ട ഒരു കുഞ്ഞിന്റെ കല്യാണം നടത്തണമെങ്കിലും എത്ര രൂപ ഫീസാ നമ്മൾ മേടിക്കുന്നത്? നോർത്ത് നോയിക്കേ. ഇതിനൊക്കെ നമുക്കൊരു മാറ്റം ഉണ്ടാകുമോ? ദൈവവചനത്തിൽ ഇത് എവിടാണ് എഴുതി വെച്ചേക്കുന്നത്? ദൈവവചനത്തിൽ ഇല്ലാത്തത് എന്തുണ്ട്? ഈ വചനത്തിന്റെ അകത്ത് കൂടാത്ത മാറ്റമല്ലേ നമ്മൾ പലപ്പോഴും പുറത്തേക്ക് നോക്കുന്നത്? ഈ വചനത്തിന്റെ അകത്ത് എന്താ മാറാത്തത്? ഈ വചനത്തിന് മുമ്പിൽ മാറാത്തത് വല്ലതും ഉണ്ടോ? അവസ്ഥയ്ക്ക് മാറ്റം വരുത്തത്തില്ലേ? അനുഭവത്തിന് മാറ്റം വരുത്തത്തില്ലേ? നമ്മളെടുക്കുന്ന ഉടമ്പടി എവിടെ? നമ്മളെടുക്കുന്ന തീരുമാനം എവിടെ? ജീവിതത്തിൽ എന്ത് വന്നാലും അതിന്റെ മുകളിലൂടെ പറക്കാനുള്ള കഴിവ് നമ്മൾ കണ്ടെത്തണം. നമുക്കറിയാം, പരുന്തിനെ കുറിച്ചും കാക്കയെക്കുറിച്ചും വിശദമായി പറയുന്നില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പരുന്ത് എത്ര ഉയരത്തിൽ പറന്നു പോയാലും പല പക്ഷികളും മഴ വരുമ്പോൾ അതിന്റെ കൂട്ടിക്കേറുമ്പോൾ ജീവിതത്തില് ഓക്സിജൻ കിട്ടിയില്ലേലും പരുന്തൊരിക്കലും താഴേക്ക് പതിക്കത്തില്ല. പരുന്തൊരിക്കലും താഴേക്ക് വീഴത്തില്ല. മറ്റൊന്നിനെയും അത് കൊത്തിക്കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ല. അത് ജീവിതത്തിൽ എത്ര ഓക്സിജൻ ഇല്ലേലും, എത്ര പ്രശ്നം വന്നാലും, എത്ര മഴ വന്നാലും അത് ഉയരങ്ങളിലേക്ക് പറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രതിസന്ധി ഇല്ലെന്ന് പറയുന്നില്ല. ഇന്ന് വരെ അനുഭവിച്ചതൊന്നും ഇനി അനുഭവിക്കത്തില്ലെന്നും ഒന്നും പറയാനല്ല ഈ മീറ്റിങ്ങിലേക്ക് ഞാൻ കടന്നു വന്നത്. ജീവിതത്തിൽ എന്ത് വന്നാലും അതിന്റെ മുകളിലൂടെ പറക്കാനുള്ള കഴിവ് നമ്മൾ കണ്ടെത്തണം. ഈ വചനത്തില് ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം വായിച്ചേ. നമുക്കൊരു യോസേഫിനെ കാണാം. ദാനിയേലിനെ നോക്കി തകർക്കാൻ സിംഹത്തിന് പോലും പറ്റിയില്ല. സിംഹമുണ്ട്, അണലിയുണ്ട്, ജീവിതത്തിലെല്ലാം ഉണ്ട്. വായുള്ളടുത്ത് നിൽക്കുന്ന പലതുമുണ്ട്. എനിക്കും നിനക്കും ചുറ്റുമുണ്ട്. പക്ഷേ എനിക്കും നിങ്ങൾക്കും ഇതിനെ ഒന്നും തകർക്കാൻ പറ്റത്തില്ലെന്നുള്ളൊരു തിരിച്ചറിവ് ദൈവവചനത്തിന്റെ അകത്തുണ്ട്. ഇന്ന് പകൽക്കാലം വിശ്വസിക്കാൻ പറ്റുമോ? ജീവിതത്തിൽ എത്ര പ്രശ്നം വന്നാലും, മഴ വന്നാലും, കാറ്റ് വന്നാലും, ഓക്സിജൻ കിട്ടിയില്ലേലും, ലൈഫിൽ എത്ര പ്രതിസന്ധി വന്നാലും തകരല്ലേ. പ്രതികൂലം വരത്തില്ല എന്നൊന്നും ഒരു ബൈബിളും പറയുന്നില്ല. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 17 അധ്യായം അതിന്റെ 8 വാക്യം വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. വെള്ളത്തിനരികെ നട്ടിരിക്കുന്നത്, ആറ്റരികെ വേരൂന്നിയ വൃക്ഷം. ഉഷ്ണം തട്ടും, അത് പേടിക്കത്തില്ല. അതിന്റെ ഇല പച്ചയായിരിക്കും. വരൾച്ച ഉണ്ടായാലും അതിന് വാട്ടം തട്ടത്തില്ല. അത് ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. ഇത് പകല് ആരോ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ യോസഫിനെ കുറിച്ച് പ്രാർത്ഥിച്ചത് കേട്ടു. എപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു മെസ്സേജിന് കയറി വന്നത്. യോസഫേ, നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടത് പാനപാത്രഭാഗന്റെ പദ്ധതി അല്ല കേട്ടോ. പാനപാത്രഭാഗന്റെ പദ്ധതിയല്ല നിന്റെ ജീവിതത്തില് വെളിപ്പെടേണ്ടത്. നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ട് വരേണ്ടത് എന്താണെന്ന് അറിയാമോ? ദൈവത്തിന്റെ പദ്ധതിയാ. എന്നാണോ ഞാനും നിങ്ങളും ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഒരു പ്രത്യേക ദൈവിക നീതി ജീവിതത്തിലുണ്ട്. യോബിനോടും ചോദിച്ചേ, നമ്മൾ ആ ഒട്ട് കഷ്ണത്തിനോട് ചെന്ന് ചോദിച്ചു, അല്ലയോ ഒട്ട് കഷ്ണമേ, നീ എങ്ങനെ ഇവിടെ വന്നു? അതിന് പറയാൻ ഒരു കഥ കാണും. എവിടെയോ രാജാക്കന്മാരുടെ വീട്ടിൽ മാത്രമുള്ള ഒരു ഒട്ട് കഷ്ണം, അത് വെളിയിൽ വീണ ഉടഞ്ഞുപോയി. ആ ഉടഞ്ഞുപോയ ഒട്ട് കഷ്ണം എടുത്താണ് യോബ് ചിരണ്ടുന്നത്. ഒന്ന് ചോദിച്ചു യോബിനോട്. എത്ര സ്ഥലത്ത്, ഏകദേശം 5 സ്ഥലത്തോളം യോബ് ഭക്തി തെളിയിച്ചു. നമുക്കറിയാം, ഞാൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ആ ഒട്ട് കഷ്ണത്തോട് ചോദിച്ചാൽ ആ ഒട്ട് കഷ്ണം പറയും. സകലരും വന്ന് പറഞ്ഞു, നീ ഭക്തനല്ലേ? നീ ഭക്തനാണെങ്കിൽ നിനക്കിത് വരുമോ? ഗിദെയോന് ഒരിക്കൽ പറഞ്ഞു, എൻ്റെ
കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എനിക്കെന്താണ് ഈ പരീക്ഷണം? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്താണ് എനിക്ക് ഈ പ്രശ്നം? കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ എന്തിനാണ് എനിക്ക് ഈ വേദന എന്ന് ഗിദെയോൻ ഒരു പ്രാവശ്യം ദൈവത്തോട് ചോദിച്ചപ്പോൾ, ഒരു പക്ഷേ എന്റെ ഭാഷയിൽ പറഞ്ഞ കർത്താവ് പറഞ്ഞു കാണും, ഇല്ലടാ ഗിദെയോനെ, എനിക്കറിയാമടാ, നിന്റെ ജീവിതത്തിന്റെ ആ വലിയ പ്രതിസന്ധി വന്നപ്പോൾ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ആ പ്രതികൂലം നിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ നീ ചോദിച്ചു പോയതാടാ ഗിദെയോനെ. ഇന്ന് പകൽക്കാലം ഇവിടെ ഇരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, ചോദിച്ചിട്ടില്ലേ? പലപ്പോഴും ചോദിച്ചിട്ടില്ലേ സിസ്റ്ററെ, എന്തിനാ എന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലാത്തെ? എന്റെ പ്രാർത്ഥനയ്ക്ക് എന്താ ഉത്തരമില്ലാത്തെ? എന്റെ വേദനയ്ക്ക് വിരാമമില്ലയോ? നാളുകളായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നം, നാളുകളായിട്ട് ഞാൻ അനുഭവിക്കുന്ന പ്രതികൂലം, ഇന്ന് പകൽക്കാലം ആത്മാവധൂതി വിളിച്ചു പറയാം. കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്, മാർത്ത പറയുന്നൊരു കാര്യമുണ്ട്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ, എപ്പോഴാ പറഞ്ഞേ? ബോഡി വീട്ടിന്റെ അകത്ത് കിടക്കുമ്പോഴാ പറഞ്ഞത്. കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. പകൽക്കാലം ആത്മാവിൽ ദൂത ഞാൻ വിളിച്ചു പറയാം. ധൈര്യം നശിച്ചിരിക്കുന്ന, ധൈര്യം ക്ഷയിച്ചിരിക്കുന്ന ആരോ എന്നെ ഇന്ന് പകൽക്കാലം ശ്രദ്ധിക്കുന്നുണ്ട്. അവരോട് ഞാൻ ദൂത് പറയാം. പലപ്പോഴും ചോദിച്ചിട്ടില്ലേ ഗിദെയോനെ? പലപ്പോഴും ഗിദെയോൻ ചോദിച്ച പോലെ ചോദിച്ചിട്ടില്ലേ? ദൈവം കൂടെ ഉണ്ടെങ്കിൽ എന്റെ ജീവിതത്തിൽ എന്തിനാണ് ഈ വേദന? എന്റെ ജീവിതത്തിൽ എന്തിനാണ് ഈ പരീക്ഷണം? ചോദിച്ചിട്ടില്ലേ? ഇന്ന് പകല് ഒന്ന് ചോദിക്കാമോ? ഒന്ന് സ്വയം ദൈവസന്നിധി സമർപ്പിക്കാമോ? ഒരു ഭക്തനാ യോബ്. ആ യോബിന്റെ പുസ്തകത്തില് 13-ാം അധ്യായം അതിന്റെ 15-ാം വാക്യത്തിൽ പറയുന്നു, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവന്റെ മുന്നിൽ തെളിയിക്കും. നമുക്ക് തെളിയിക്കാൻ കഴിയുമോ? നമ്മുടെ നടപ്പ്, നമ്മുടെ വിശുദ്ധി കർത്താവിന്റെ മുൻപിൽ നമുക്ക് തെളിയിക്കാൻ കഴിയുമോ? ലീഡ് ചെയ്ത ദൈവദാസി പഴയ നിയമ ഭക്തന്മാരുടെ കഷ്ടതകളും വേദനകളും അവരെ അനുഭവിച്ച ദുരിതങ്ങളും ഒക്കെ പറഞ്ഞപ്പോ ഒന്ന് നോക്കാമോ? അവരനുഭവിച്ച ദുരിതങ്ങള്, അവരനുഭവിച്ച വേദന നമുക്കുമായിട്ടൊന്ന് പങ്കുവെച്ചാൽ നമ്മൾ എന്തോ വേദന അനുഭവിച്ചു. ജോസഫിന്റെ കയ്യില് ആടിന്റെ ചോരയിൽ മുക്കി ഒരു വസ്ത്രം കൊണ്ട് കൊടുത്തിട്ട്, ഇതാ നിന്റെ മകൻ മരിച്ചുപോയി. ആ വസ്ത്രം എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ച് കരയുന്ന ഒരു യോസഫ്. ഇനി നയിൻ പട്ടണത്തിലേക്ക് നമ്മളൊന്ന് ചെന്നേ. നയിൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം സന്തോഷമുള്ള പട്ടണം. പക്ഷേ യേശു അതിലേക്ക് കടന്നു പോവുക. സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും ബന്ധുമിത്രാദികൾക്കും ഒന്നും അവളെ ആശ്വസിപ്പിക്കാൻ പറ്റിയില്ല. കൂടെയുള്ളവർക്കൊന്നും അവളെ ധൈര്യപ്പെടുത്തുവാനും ആശ്വസിക്കാനും പറ്റിയില്ല. ഒരുപക്ഷെ അവൾ ദൈവത്തോട് ചോദിച്ചു കാണും, നാളെ ഞാൻ മരിച്ചാൽ എന്റെ ബോഡിയും എടുത്തോണ്ട് പോണ്ടത് എന്റെ പൈതല, പക്ഷേ ഇന്ന് അവനും എന്നെ വിട്ട് കടന്നുപോയി. വീട്ടില് ബന്ധുക്കാരുടെയൊക്കെ മുൻപില് അവൾ അലമുറയിട്ട് കരഞ്ഞു കാണും, എന്തേ എന്റെ ജീവിതത്തിന്റെ അകത്ത് ഇങ്ങനെയുള്ള പ്രതിസന്ധി? എനിക്ക് അന്വേഷിച്ച് തരേണ്ടിയവനും എനിക്ക് അത്താണിയായവന്റെ ബോഡി ഒരുക്കി കിടത്തിയപ്പോൾ ഒരിക്കലും അവൾ പ്രതീക്ഷിച്ചില്ല, ഒരിക്കലും അവൾ ചിന്തിച്ചില്ല. നയിൻ പട്ടണത്തിന്റെ അർത്ഥം സന്തോഷമാണ്. ആ സന്തോഷമുള്ള പട്ടണത്തില് യേശു കടന്നില്ലെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ആത്മാവിലൊരു ദൂത ഞാൻ വിളിച്ചു പറയാം, എത്ര നാറ്റം വെച്ച വിഷയമായാലും, എത്ര തകർന്ന വിഷയമായാലും, നിന്റെ സമീപേ ഒരുവൻ വന്ന് നിപ്പുണ്ട്. നിന്റെ സമീപേ ഒരുവൻ വന്ന് നിപ്പുണ്ട്. ആരാണെന്നറിയാമോ? നാറ്റം തരാൻ കഴിവുള്ളവനല്ല, തല കുനിയിക്കാൻ കഴിവുള്ളവനല്ല. നിന്റെ സമീപേ നിൽക്കുന്നവൻ ജീവന്റെ തുടിപ്പുള്ളവനാ. ആ ജീവന്റെ തുടിപ്പും ഇന്ന് പകൽ നിന്റെ സമീപേ കടന്നു വന്നിട്ടുണ്ട്. ആ ജീവന്റെ തുടിപ്പുള്ളവൻ കടന്നു വരുമ്പോൾ നിന്റെ നാറ്റം വെച്ച ഏത് വിഷയമാണെങ്കിലും, നീ പിറുപിറുക്കുന്ന ഏത് വിഷയമാണെങ്കിലും, ആരുമില്ലെന്നോർത്തോ, എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നോർത്തോ, എന്റെ പദ്ധതിയെല്ലാം തീർന്നു എന്നോർത്തോ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ കനാവിലെ കല്യാണ വീട്ടിലേക്ക് ഒന്ന് ചെന്നേ. ഒരുപക്ഷെങ്കില് യേശു ഒരു കുടുംബത്തിന്റെ ആദ്യത്തെ നിന്നയെ മാറ്റുന്നതായിരിക്കാം. എന്റെ മെസ്സേജിലുള്ള കാര്യങ്ങളൊന്നും അല്ല, പക്ഷെ ഇതൊക്കെ എന്തോ ഇന്നൊക്കെ പകൽക്കാലം കയറി വരും. അവിടെ കണക്കൂട്ടിൽ തെറ്റി, അവിടെ പ്രതീക്ഷയെല്ലാം തീർന്നു. യൂരിയഹൂദ കല്യാണം നടത്തണമെങ്കിൽ വീഞ്ഞ, പക്ഷെ അത് തീർന്നുപോയി.
ഒന്നും ചെയ്യുവാനില്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ആ വീടിന്റെ അകത്ത് പ്രശ്നപരിഹാരങ്ങളുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പ്രശ്നം പരിഹരിക്കാൻ എവിടേക്കാ ഓടുന്നേ? ഒന്നീ സഭാ പാസ്റ്ററെ വിളിക്കും, അല്ലെ ഒരു പ്രവാചകനെ വിളിക്കും. ആദ്യം നമ്മൾ വിളിക്കുന്ന ആരെയായിരിക്കും? പ്രവാചകനെ. പ്രവാചകനെ വിളിച്ചിട്ട് സഭാ പാസ്റ്ററെ വിളിക്കത്തുള്ളൂ. ആ പ്രവാചകന് അല്പം കൈമടക്കൊക്കെ കൊടുത്ത് നല്ല ഫുഡൊക്കെ കൊടുത്തു കഴിയുമ്പോൾ ആ പ്രവാചകൻ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. യാഗപീഠം ഇടിഞ്ഞു കിടക്കുവാണെന്ന് പറയത്തില്ല, അത് പുതുക്കിപ്പണയാൻ പറയത്തില്ല. നിന്റെ നാറ്റം വെച്ച വിഷയത്തില് തമ്പുരാന്റെ കരം ഈ ദിവസങ്ങളിൽ ചലിക്കുമെന്ന് പറയത്തില്ല. നമ്മളെ പ്രലോഭനത്തിലേക്ക് നയിക്കുന്ന, നമ്മളെ വശീകരണത്തിലേക്ക് നയിക്കുന്ന, പിന്നെയും വിളിക്കണമെന്ന് ഓർക്കുന്നുള്ള മെസ്സേജുകള് തരുന്ന ഒരു ലോകം. പ്രവാചകന്മാരെ കുറ്റം പറയുന്ന വ്യക്തിയല്ല ഞാൻ. പക്ഷേ സഹോദരിമാരായ നാം ഈ കാനാവിലെ കല്യാണ വീട്ടിൽ ചെയ്തതുപോലെ അവക്കൊരു പക്ഷെങ്കിൽ പറയാ, അവള് ദൈവസന്നിധിയിൽ മുട്ടുമടക്കി. കാരണം എന്താണെന്നറിയാമോ? പ്രശ്നപരിഹാരൻ വീടിന്റെ അകത്തിരിപ്പുണ്ട്. മറ്റെങ്ങും പോകണ്ട, സഭയിൽ പോകണ്ട, പ്രവാചകന്മാരുടെ അടുത്ത് പോകണ്ട, ആരുടെയും അടുത്ത് പോകണ്ട. ആ പ്രശ്നത്തിന്റെ പരിഹാരകൻ അവിടെ ഇരിപ്പുണ്ട്. നമുക്കവിടെ വായിക്കുമ്പോൾ കാണാൻ കഴിയും. എപ്പോഴാണ് വെള്ളം വീഞ്ഞായി തീർന്നതെന്ന് അറിയത്തില്ല. കോരിയപ്പോഴാണോ, തോള വെച്ചപ്പോഴാണോ, എടുത്തപ്പോഴാണോ, ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഒരു ഫോൺ ചെയ്ത് ആരെയെങ്കിലും വിളിച്ച് പറഞ്ഞിരുന്നെങ്കിൽ തിരിച്ചുള്ള പ്രതികരണം ഒന്ന് ഓർത്തേ. അവക്ക് അങ്ങനെ വേണം. അവിടെ അഹങ്കാരം കൊണ്ടാ. കണ്ടില്ലേ അവിടെ അഹങ്കാരം എന്തുവായിരുന്നു? ഇന്നലെ വരെ അവിടെ മോന്റെ കല്യാണത്തിന് എന്തൊരു അഹങ്കാരമായിരുന്നു. തീർന്നില്ലേ അവിടെ അഹങ്കാരം? നിന്നയോടെ, ചില വിഷയങ്ങളിൽ നിന്നയോടെ ആയിരിക്കുന്ന വ്യക്തികൾ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീടിന്റെ അകത്ത് ഒരു പ്രശ്നപരിഹാരകൻ ഇരിപ്പുണ്ട്. ആ പ്രശ്നപരിഹാരകൻ ഇന്ന് പകൽക്കാലം നിന്റെ അടുത്തേക്ക് ഇറങ്ങി വരിക. ഒരു പക്ഷെങ്കിൽ ബാക്കിയുള്ളത് നോക്കുന്ന എല്ലാം നിനക്ക് സന്തോഷമായിരിക്കാം. നിന്റെ പുറത്ത് പലതും സന്തോഷിക്കുവാൻ വക കാണും. പക്ഷേ വ്യക്തിപരമായ നിന്റെ ജീവിതത്തില് എവിടെയൊക്കെയോ നാറ്റം വെച്ചു. ചില ചോദ്യചിഹ്നങ്ങള് ഈ ഇരിക്കുന്ന സമയത്തും നീ ചോദിക്കുന്നുണ്ട്, എന്തേ നാളുകളായി ഞാൻ ചുമക്കുന്ന ഒരു വലിയ ഭാരം, ഞാൻ ചുമക്കുന്ന ഒരു വലിയ വേദന, എങ്ങനെ നോക്കിയിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല, എങ്ങനെ നോക്കിയിട്ടും ഒന്ന് മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. മുൻപോട്ടുള്ള വഴികൾ പലപ്പോഴും അടഞ്ഞിരിക്കുന്നു. എനിക്ക് പ്രതികൂലമാണെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ദേവദാസി എന്ന നിലയിൽ ആത്മാവിൽ ഞാൻ ഒരു ദൂത് ഇന്ന് പകൽ നിങ്ങൾക്ക് കൈമാറുക. ഇന്ന് പകൽ ആ പ്രശ്ന പരിഹാരന്റെ അടുത്തേക്കൊന്ന് കടന്നു ചെല്ലാമോ? ആ മുട്ട് ആ പ്രശ്ന പരിഹാരന്റെ അടുത്തേക്കൊന്ന് വെക്കാമോ? കർത്താവെ, തകർന്നിരിക്കുന്നത് ഉടഞ്ഞിരിക്കുന്ന എൻ്റെ കുടുംബം, തകർന്നിരിക്കുന്ന എൻ്റെ ബന്ധുമിത്രാദികൾ, ഞാൻ സ്നേഹിച്ചവര് ഇന്ന് എന്നെ പഴി പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ സഹായിച്ചവര് അവർ എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്നുണ്ടെങ്കിൽ, എന്തുമായിക്കൊള്ളട്ടെ, ഇന്ന് ആ വിഷയം തമ്പുരാന്റെ കരങ്ങളിൽ എടുക്കാൻ പോവാം. തമ്പുരാൻ ഇന്ന് ആ വിഷയത്തെ തൊടാൻ പോവാം. ഇന്ന് പകൽ നിനക്ക് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ ജനമേ, നമ്മുടെ പ്രാർത്ഥനകളിൽ പലപ്പോഴും ഒരു സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നില്ലേ? ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്താ? പറയാ, എൻ്റെ നടപ്പ് ഞാൻ അവന്റെ മുൻപിൽ തെളിയിക്കും. പ്രിയരെ, കർത്താവിന്റെ വരവ് അടുത്തിരിക്കുക. കർത്താവിന്റെ വരവ് അടുത്തു, ഏറ്റവും ആസന്നമായി. നമ്മുടെ ചെറിയ പ്രായം മുതൽ കേൾക്കുന്ന 10, 50, 55 വയസ്സുള്ള അതേ ചെറിയ പ്രായക്കാരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു സമയത്ത് ചോദിച്ചിട്ടുണ്ട്, എത്ര നാളുകൊണ്ട് കേൾക്കുന്നു? പരസ്യോധി കേൾക്കുന്നു, സഭകളിൽ കേൾക്കുന്നു, മരണാനന്തര ചടങ്ങുകളിൽ കേൾക്കുന്നു, കർത്താവ് വരും. പക്ഷെ ഇപ്പോൾ നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം അനന്യമായി പോയില്ലേ? കർത്താവിന്റെ വരവിനെ കുറിച്ചൊക്കെ ഇപ്പൊ നമ്മൾ പ്രസംഗിക്കാറുണ്ടോ? കഴിഞ്ഞ കാലങ്ങളിൽ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള മെസ്സേജ് കേൾക്കുമായിരുന്നു. ഇപ്പോൾ കേൾക്കുന്നതെല്ലാം കഷ്ടതയില്ലെന്നും രോഗമില്ലെന്നും വേദന ഇല്ലെന്നും ഉള്ളതാ. എന്നാൽ ഇവിടെ നാം അന്യരും പരദേശികളുമാ. ഇവിടെ നാം വെറും വഴിയമ്പലക്കാരാ. ഇവിടെ നമുക്ക് പാർപ്പിടമില്ല, നിലനിൽക്കുന്ന നഗരമൊന്നുമില്ല. നമ്മുടെ പാർപ്പിടം ഉയരത്തിലാ. അതിനുവേണ്ടി നമുക്കൊന്ന് ആഗ്രഹിക്കാമോ? റോമാലേഖനം 8-ാം അധ്യായം
അതിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയും, നമ്മിൽ വെളിപ്പെടാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല. റോമാലേഖനം 5-ാം അധ്യായം പറയുന്നു, കഷ്ടങ്ങളിൽ പ്രശംസിക്കുന്നു. പറ്റുമോ? കഷ്ടങ്ങളെ പ്രശംസിക്കാൻ പറ്റുമോ? ദൈവത്തിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ ഒന്നിനും വേർതിരിക്കാൻ പറ്റത്തില്ല. കഷ്ടതയോ സങ്കടമോ ഉപദ്രവത്തിനോ വാളിനോ ആപത്തിനോ ഒന്നിനും കർത്താവിന്റെ സ്നേഹത്തിന് നമ്മെ വേർപിരിക്കാനാവില്ല. ദൈവവിശ്വാസത്തിൽ അടിയറച്ചു പോകുന്ന ഒരു ഭക്തൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? കൂരിൽ താഴിൽ കൂടെ നടന്നാലും ഞാൻ ഒരനത്തും ഭയപ്പെടുകയില്ല. ഈ ലോകത്തിന്റെ ചെറിയ ജീവിതത്തില് വലിയ കാര്യങ്ങൾ ചെയ്ത് വലിയവരാകാനുള്ള ഓട്ടത്തിനിടയില് കർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്തുക, ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ ദൈവരാജ്യത്തിന്റെ വലിയവരായി തീരാൻ നമ്മെ ഓർമ്മപ്പെടുത്തുക. ജീവിതത്തിൽ വിജയിച്ചെന്ന് തോന്നുമ്പോൾ ചെറിയ 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 കുറവുകൾ എന്ന് തോന്നുന്നത് പോലും നമ്മളെ വല്ലാതെ വേദനിപ്പിക്കാറില്ലേ? നമ്മൾ വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നവരാ, എന്നാൽ അതിൽ പറയുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. വാഗ്ദത്തമുണ്ടെന്നും കരുതി ഇറങ്ങി തിരിച്ചെന്ന് കരുതി പ്രാർത്ഥിച്ചത് കൊണ്ടോ ദൈവം കൂടെ ഉണ്ടെന്നോ പറഞ്ഞത് കൊണ്ടോ എത്തണമെന്നില്ല. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ജീവിതത്തിൽ ഇതൊന്നും പ്രാവർത്തികമാക്കാൻ കഴിയാതെ, അതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ അന്യോന്യം സ്നേഹിക്കണമെന്ന് വിശുദ്ധ ബൈബിൾ പറയുമ്പോൾ നമുക്കതിന് പറ്റുന്നുണ്ടോ? സ്വന്തം ജീവിതത്തിൽ ഇതിനൊന്നും കഴിയാതെ നമ്മൾ മറ്റുള്ളവരെ ഇതൊക്കെ ചെയ്യണമെന്ന് നമ്മൾ പ്രബോധിപ്പിക്കാറുണ്ട്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും മനുഷ്യനെ വേട്ടയാടാറില്ലേ? ഞാൻ ശരിയല്ല, എനിക്ക് മാറ്റം ആവശ്യമാണെന്ന് നാം ഒന്ന് ചിന്തിക്കാമോ? ദൈവം ഹൃദയങ്ങളെ നോക്കുന്നു, മനുഷ്യൻ പുറമേ ഉള്ളതിനെയൊക്കെ നോക്കുന്നു. ദാവീദിനെ അഭിഷേകം ചെയ്യാൻ കടന്നു ചെന്നപ്പോൾ പട്ടാളക്കാരും തടിയുള്ളവരും സൗന്ദര്യമുള്ളവരും ഒക്കെ അവിടെ നിന്നപ്പോൾ ആർക്കും വേണ്ടാത്തവനെ, സഹോദരന് വേണ്ടാത്തവനെ, അപ്പന് വേണ്ടാത്തവനെ അഭിഷേകം ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലവും ദൈവത്തിന്റെ അഭിഷേകം പ്രാപിപ്പാൻ നമ്മൾ തയ്യാറാകുമോ? വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 45-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നല്ലതിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കാൻ കഴിയും. അങ്ങനെയെങ്കിൽ ദോഷമായി ചിന്തിക്കുന്നവർക്ക് മാത്രമേ ദോഷമായുള്ളത് പുറപ്പെടുവിക്കാൻ കഴിയത്തുള്ളൂ. ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നവരായി മാറാതെ, മറ്റുള്ളവരെ പഴിചാരുന്നവരായി മാറാതെ, ദൈവസന്നിധിയിൽ ഓരോ മിനിറ്റ് തോറും നമ്മുടെ പരാജയങ്ങളെ ഓർത്ത് നമ്മൾ അടുത്ത നിമിഷം നമ്മുടെ ജീവിതം എന്താണെന്ന് അറിയുന്നില്ല. സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ പഠിക്കണമെങ്കിൽ ആ മനസ്സിനെ നമ്മൾ വിജയിക്കും. ഈ ലോകത്തില് ഏറ്റവും വലിയ കീഴടക്കിയവരെന്ന് പറയുന്നത് സ്വന്തം മനസ്സിന്റെ നിയന്ത്രിക്കുന്നവരാ, അല്ലാതെ ഒരു പ്രശ്നം കണ്ട് ഓടിപ്പോകുന്നവരല്ല. നമ്മൾ പരാജയപ്പെടുന്നത് ഒരു ചെറിയ വിഷയത്തിലല്ല. നമുക്കറിയാം, നമ്മൾ പരാജയപ്പെടുന്ന ഒരു ചെറിയ വിത്തിന്റെ അകത്ത് ഒരു വലിയ വൃക്ഷം ഒളിഞ്ഞിരിപ്പുണ്ട്. ഒരു ചെറിയ ചിന്തയിൽ പോലും നമ്മുടെ ജീവിതവും ഒളിഞ്ഞിരിപ്പുണ്ട്. പ്രശ്നം കണ്ട് ഓടിപ്പോകാനല്ല, നമ്മൾ അതിനെ ജയിക്കണം. ഉറപ്പില്ലാത്ത പത്രോസായിരുന്നു, കാറ്റടിച്ചാൽ ആടുന്നതും വേര് പിഴുതു പോകുന്നതുമായ പത്രോസായിരുന്നു. പക്ഷെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ പത്രോസാകുന്നു ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണി, ഒരു പാതാള കോയിലുകൾ അതിനെ ജയിക്കത്തില്ല. പത്രോസിനെ ദൈവം ഉറപ്പിക്കുക. അതുകൊണ്ട് ക്ഷീണിച്ചോ തളർന്നോ ഒന്നും ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു, ക്ഷീണിച്ചു പോകണ്ട. ഉറപ്പില്ലാത്ത പത്രോസിനെ കൊണ്ട്, ഞങ്ങളെ പോലാടുന്ന പത്രോസിനെ കൊണ്ട് ദൈവസഭയ്ക്കകത്ത് 3000 പേരെ ദൈവസഭയോട് ചേരിക്കാൻ ദൈവം തെരഞ്ഞെടുത്തുവെങ്കിൽ ആലയത്തിൽ ശുശ്രൂഷിക്കുന്ന ദൈവദാസിയോട് ദൂതായി വിളിച്ചു പറയാം, ഇപ്പോൾ ചിലതൊന്ന് തോന്നുന്ന, ഇപ്പോൾ വിഷമം തോന്നുന്ന ചില മേഖലയില്ല, ദൈവത്തിന്റെ നീതിയുടെ കരം ഒരു പത്രോസിനെ എടുത്ത് ഉപയോഗിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ ദൈവം എടുത്ത് ഉപയോഗിക്കും. ഒരു മിഥ്യാൻകാര യുദ്ധത്തിന് വരുമെന്ന് കരുതി മുന്തിരിച്ചക്കിന്റെ അകത്ത് ഗോതമ്പ് മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിക്കുക, മനുഷ്യൻ കണ്ടതെങ്ങനാ? പേടിയുള്ളവനെന്നും ശക്തിയില്ലാത്തവനെന്നും ഒളിച്ചിരിക്കുന്നവനും കർത്താവ് പറഞ്ഞതെന്തിനാ? ശക്തനായിരിക്കാം, ധീരനായിരിക്കാം. മനുഷ്യൻ നമ്മെ കാണുന്നത് എന്തെല്ലാം വേണേലും മനുഷ്യൻ പറയും, അല്ലേ? ഏത് രീതി വേണേലും പറയും. ഇന്ന് പകല്
എൻ്റെ മെസ്സേജ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളതും ഇതാ: ശക്തരായിരിക്കണം, മുൻപോട്ട് പോകണം. നമ്മൾ പറയുന്ന പോലെയും ചോദിക്കുന്നത് പോലെയും ഗിദെയോനും ചോദിച്ചെന്ന് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ. എന്നാ ദൈവം ഗിദെയോനെ മനസ്സിലാക്കി. ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും കൂടെ കിടക്കുന്ന ഭർത്താവിനേക്കാൾ, സഹോദരങ്ങളെക്കാൾ, സഭയിലുള്ള ദൈവദാസന്മാരെക്കാൾ, പ്രിയപ്പെട്ടവരെക്കാൾ എന്നെയും നിന്നെയും മനസ്സിലാക്കുന്ന ഒരു നല്ല കർത്താവുണ്ട്. ഇതുപോലെ ആരുണ്ട്? നിന്റെ ഒപ്പം കർത്താവ് നിൽക്കും. എന്തിനാണെന്നറിയാമോ നിന്റെ ഓർത്തം കർത്താവ് നിൽക്കുന്നത്? ചിലതിനെ ജയിക്കാൻ, ചിലതിനെ തോൽപ്പിക്കാൻ, നിന്നെ കൊണ്ട് ചിലത് ജയിപ്പിക്കാൻ, മിഥ്യാനരെ തോൽപ്പിക്കാൻ ദൈവം ഒരു ഗിദെയോനെ ചേർത്ത് നിർത്തി. ചിലരുടെ ആശ്വാസത്തിനായി, ചിലരുടെ വിടുതലിനായി, ചിലരുടെ ഉദ്ധാരണത്തിനായി, ചിലരുടെ അഭിഷേകത്തിനായി ദൈവം നിന്നെ ഒപ്പം നിർത്തും. ഇസ്രായേൽ മക്കളെ അടിമത്തത്തിൽ നിന്ന് വിടുവിപ്പാൻ കർത്താവിന് പറ്റത്തില്ലായിരുന്നോ? കർത്താവിന് പറ്റുമായിരുന്നു. വിക്കനായ മോശയെ ഒപ്പം നിർത്തി. ചിലരുടെ ഉത്ഥാനത്തിനും വിടുതലിനും വേണ്ടി ദൈവം നിന്നെ നിർത്തുമ്പോൾ ചിലതിനെ തോൽപ്പിക്കാനും ചിലതിനെ ജയിക്കാനുമുള്ള ഒരു പ്രത്യേക അഭിഷേകം കർത്താവ് നിന്റെ മേൽ പകരും. അതുകൊണ്ടാ കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട്: സർവശക്തിയോട് പോവുക. ദൈവവിശ്വാസത്തിൽ അടിയുറച്ചു പോകുന്ന ഒരു ഭക്തൻ പറയുന്നൊരു കാര്യമുണ്ട്: ഹോവ എൻ്റെ ഇടയനാ, എനിക്ക് മുട്ടുണ്ടാകയില്ല. എന്നിട്ട് ആ ഭക്തൻ വിളിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? ആ ഭക്തൻ വിളിച്ചു പറയുക, കൂരിൽ 23-ാം സങ്കീർത്തനം, കൂരിൽ താഴിൽ കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. കാരണം എന്താണെന്നറിയാമോ? യഹോവ എൻ്റെ കൂടെയുണ്ട്. എൻ്റെ കൂടെയുണ്ട്, മറ്റാരുടെയും കൂടെയല്ല. ജീവിതത്തിൽ പ്രശ്നം വരുമ്പോൾ, സ്വസ്ഥതയില്ലാതെ വരുമ്പോൾ, സമാധാനമില്ലാതെ വരുമ്പോൾ, തലമുറകൾ പ്രശ്നത്തിലേക്ക് നയിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയണം: നിന്റെ തലമുറകളോ യഹോവയാൽ അനുഗ്രഹിക്കുന്നവരും അവരുടെ സമാധാനം വലുതുമായിരിക്കും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയും. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തും. വരണ്ട നിലത്തിൽ നിന്റെ വിശപ്പടക്കും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നീ നനവുള്ള തോട്ടം പോലെ ആയിരിക്കുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധ തിരുവചനം വിളിച്ചു പറയണം. അത് നമ്മുടെ ഓരോ മുറിക്കകത്തും അത് കേൾക്കണം. സംഹാരം കയറി വരാതെ നമ്മുടെ കോട്ട നമ്മൾ കാക്കണം. നമ്മുടെ വിശുദ്ധിയെ പാലിക്കണം. കാരണം യഹോവ കൂടെയുണ്ട്. അതുകൊണ്ട് ആ ദൈവമക്കൾ അതിർവരമ്പുകളിൽ നാം സുരക്ഷിതരല്ല. ശൂന്യകാരത്തി ഭാവി കാലത്തെ ഓർത്ത് പുഞ്ചിരി തൂകി. കഴിഞ്ഞതിനെ കുറിച്ച് അവൾക്ക് ഓർത്തില്ല, വരുവാനുള്ളതിനെ കുറിച്ചോ ഓർത്തില്ല. ഉത്കണ്ഠപ്പെടാതെ ഭാവിയെ കുറിച്ച് ഉറ്റുനോക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിൽ അവൾ ആശ്രയിച്ചു. ഈ പകൽക്കാലം ഗിദെയോനെ നീ ധൈര്യമായിരിക്കുക. ഗിദെയോനെ നീ ഉറപ്പുള്ളവനായിരിക്കുക. ഗിദെയോനെ നീ ശക്തനായിരിക്കുക. പണ്ടുള്ളവരെ നീ ഓർക്കണ്ട, വരുവാനുള്ളവരെ നീ നിരൂപിച്ചാൽ മതി. കഴിഞ്ഞ കാലത്തെ ജീവിതത്തിന്റെ പ്രതിസന്ധികളോ കഴിഞ്ഞ കാലത്തെ ജീവിതത്തിന്റെ വേദനകളെ ഓർത്ത് സങ്കടപ്പെടണ്ട. അതുകൊണ്ട് ജീവിതത്തിൽ സങ്കടപ്പെടാൻ ഒത്തിരി കാര്യമുണ്ടെങ്കിലും അതിന്റെ നടുവിലും നമ്മൾ ഓടിച്ചെന്ന് ആശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ്. എന്ത് ചെയ്താലും വിജയിക്കാൻ പറ്റത്തില്ല അവസ്ഥ, തൊടുന്നതെല്ലാം പരാജയമാണെന്ന് ഇന്ന് പകൽക്കാലം ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ ശൂന്യക്കാരുടെ കൂട്ട് ഒന്ന് പറയാമോ? നമുക്കറിയാം നമ്മൾ സുരക്ഷിതരല്ല. ശൂന്യക്കാരത്തി പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം കൂടെ എടുത്ത് പറയാമോ? ഭാവി കാലത്തെ ഓർത്ത് അവൾ പുഞ്ചിരി തൂകി. കഴിഞ്ഞതിനെ കുറിച്ചോ വരുവാനുള്ളതിനെ കുറിച്ചോ ഓർത്ത് ഉത്കണ്ഠപ്പെട്ടില്ല. ഭാവിയെ ഓർത്ത്, ഭാവിയെ കരുത്തുള്ളതാക്കുന്ന, ഭാവിയെ വലിയ ധീരതയോടെ നടക്കാൻ പ്രചോദനം നൽകുന്ന ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഓരോ നിമിഷം തോറും മുൻപോട്ട് പോകാം. കർത്താവിന്റെ വരവിനായി ഒരുങ്ങാം. ഒരു ജയജീവിതം നയിക്കാം എന്നുള്ള ഉറപ്പില് നമ്മുടെ ഹൃദയം ദൈവകരങ്ങളിൽ ഏകാഗ്രമാകാം. ആർക്കെങ്കിലും വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അതിനുള്ള സമയം ഇപ്പോൾ വേർതിരിക്കുന്നു. ഓക്കെ, ഗോഡ് ബ്ലെസ് യു.